മധ്യയുഗത്തിൽ, അതായത് 900 വർഷം മുമ്പുള്ള ഇംഗ്ലണ്ടിലെ ഒരു ജൂലൈ മാസം, കർഷകരായ ഗ്രാമീണർ തങ്ങളുടെ കന്നുകാലികളെ ആക്രമിക്കാൻ വരുന്ന ചെന്നായ്ക്കളിൽ നിന്നും രക്ഷ നേടാൻ അവർ ഗ്രാമത്തിനു ചുറ്റും ചെന്നായ്ക്കുഴികൾ നിർമ്മിച്ചിരുന്നു. വിളവെടുപ്പ് കഴിഞ്ഞ ഒരു വൈകുന്നേരം ആകാശം പൊൻതൂവൽ വീശി നിൽക്കുന്നു. പെട്ടെന്നതാ ഒരു കർഷകൻ വിളിച്ചു പറയുന്നു, ചെന്നായ്ക്കുഴിയിൽ 2 കുട്ടികൾ വീണ് കിടക്കുന്നു. പക്ഷേ ആ കുട്ടികളെ കണ്ട ഗ്രാമീണർ അതിശയിച്ചു നിൽപ്പായി. തങ്ങളുടെ മുന്നിൽ അതാ പച്ച നിറത്തിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. എല്ലാവർക്കും സ്വാഗതം ജെഫ് സ്റ്റോറീസിലേക്ക്. നമ്മുടെ കഥ നടക്കുന്നത് ഇംഗ്ലണ്ടിലെ കിഴക്കൻ ഭാഗമായ സഫോക്കിലെ വൂൾപിറ്റ് എന്ന ഗ്രാമത്തിലാണ്. തുടക്കത്തിൽ പറഞ്ഞ പോലെ ചെന്നായ്ക്കുഴി, വൂൾഫ് പിറ്റ് എന്ന പേരിൽ നിന്നാണ് വൂൾപിറ്റ് എന്ന പേര് വന്നത്. ആ കുഴികളിലൊന്നിൽ പച്ച നിറത്തിൽ 2 കുട്ടികൾ. ശരീരഘടനയും ഉയരവും സാധാരണ കുട്ടികളുടേത് തന്നെ. എങ്കിലും ആ പച്ചനിറം അത് രോഗത്തിൻ്റെയോ മലിനതയുടെയായ പച്ചയല്ല. മന്ദമായ ഒരു തണുത്ത നിഴലിൽ വളരുന്ന സസ്യങ്ങളുടെ നിറം പോലെ ഒരു പച്ച. ഗ്രാമവാസികൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വസ്തുവിൽ നിന്നുണ്ടാക്കിയ വിചിത്രമായ വസ്ത്രമായിരുന്നു അവർ ധരിച്ചിരുന്നത്. കുട്ടികൾ സംസാരിച്ചിരുന്നതോ ഗ്രാമീണർക്ക് തികച്ചും അന്യമായ ഭാഷയിൽ. അവരുടെ ഭാഷാശൈലി മന്ത്രോച്ചാരണം പോലെ ഈണമുള്ളതായി ഗ്രാമീണർക്ക് തോന്നി. ഗ്രാമവാസികൾ അവരെ അടുത്തുള്ള റിച്ചാർഡ് ഡി കാലിൻ എന്ന പ്രഭുവിൻ്റെ വസതിയിൽ കൊണ്ടുപോയി. അദ്ദേഹം കുട്ടികൾക്കായി വിഭവസമൃദ്ധമായ ഭക്ഷണം എത്തിച്ചു. പക്ഷേ കുട്ടികൾ അവയൊന്നും തൊട്ടുപോലും നോക്കിയില്ല. അവർ ആകെ ആശയക്കുഴപ്പത്തിലായ പോലെ അടക്കിപ്പിടിച്ച് അന്യോന്യം അവരുടെ ഭാഷയിൽ സംസാരിച്ചു നിന്നു. ദിവസങ്ങൾ കടന്നുപോയി. വൂൾപിറ്റിലെ ക്ഷണിക്കാത്ത അതിഥികൾ വളരെയധികം ക്ഷീണിച്ചിരുന്നു. അവർ വിശന്ന് വലയുകയാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അത് ശരത്കാലമായതിനാൽ പയറിൻ്റെ, അതായത് ബ്രോഡ് ബീൻസിൻ്റെ വിളവെടുപ്പ് കാലമായിരുന്നു. പ്രഭുവിൻ്റെ സേവകരിൽ ഒരാൾ അതുമായി അടുക്കളയിലേക്ക് പോവുകയായിരുന്നു. ഇത് കുട്ടികളുടെ കണ്ണിൽപ്പെട്ടു. ഇത് കണ്ടതും അവർ അങ്ങോട്ടേക്ക് ഓടി. തൊലി കളഞ്ഞ് അകത്തെ പയർമണികൾ കഴിച്ച് അവർ വിശപ്പടക്കി. അന്നു മുതൽ ആ പയർമണികൾ അവരുടെ പ്രധാന ഭക്ഷണമായി മാറി. വൂൾപിറ്റിലെ ആളുകൾ മറ്റു ഭക്ഷണങ്ങളും എങ്ങനെ കഴിക്കാം എന്ന് അവരെ പഠിപ്പിച്ചു. കാലക്രമേണ അവരുടെ ശരീരത്തിൻ്റെ പച്ചനിറം മാറി. അവരുടെ ചർമ്മം സാധാരണ മനുഷ്യരുടേതുപോലെയായി. പക്ഷേ അവർക്കെങ്ങനെ മാറാൻ സാധിച്ചു? ഇവർ ആദ്യം മുതലേ മനുഷ്യരായിരുന്നോ? അതോ മനുഷ്യലോകത്ത് അതിജീവിക്കാൻ പഠിച്ച അത്ഭുത ജീവികളോ? ഗ്രാമവാസികൾ ആ 2 കുട്ടികളെയും ബാപ്റ്റിസം ചെയ്യാൻ തീരുമാനിക്കുന്നു. സ്നാനം ചെയ്ത് ക്രിസ്തീയ വിശ്വാസത്തിൽ തങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഭാഗമാക്കാനായിരുന്നു ഗ്രാമവാസികൾ ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷേ ആ ആൺകുട്ടി എപ്പോഴും വളരെ ദുർബലനും രോഗബാധിതനുമായി കാണപ്പെട്ടു. ഒരു അന്യദേശത്ത് എത്തിച്ചേർന്നു എന്ന ഞെട്ടലിൽ നിന്ന് ഒരിക്കലും പൂർണ്ണമായി അവൻ മാറിയിരുന്നില്ല. ബാപ്റ്റിസത്തിന് ശേഷം ആ ആൺകുട്ടി മരിച്ചു. അവൻ അങ്ങനെ ഇല്ലാതെയായി. അവൾ ഒറ്റയ്ക്കായി. ഒരു വലിയ രഹസ്യത്തിൻ്റെ ജീവനുള്ള ഒരേയൊരു സാക്ഷി. അവൾ പതിയെ വൂൾപിറ്റിൻ്റെ ജീവിതത്തോട് ഇണങ്ങി തുടങ്ങുന്നു. അവൾ ഇംഗ്ലീഷ് പഠിച്ചു. റിച്ചാർഡ് ഡി കാലിൻ്റെ വീട്ടിൽ ജോലി ചെയ്ത് ആ വീടിൻ്റെ ഭാഗമായി. അവളെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് മധ്യയുഗത്തിലെ ഒരു സാധാരണ ശൈലിയിലുള്ള ഒരു പെൺകുട്ടി ആയിരുന്നില്ല അവൾ എന്നാണ്. വളരെ എളിമയില്ലാത്ത, അല്പം ധിക്കാരിയായ ഒരു പ്രകൃതമായിരുന്നു അവൾക്ക്. ചില രേഖകൾ പറയുന്നത് അവൾ പിന്നീട് വൂൾപിറ്റിൽ നിന്ന് ഏകദേശം 40 മൈൽ ദൂരെയുള്ള കിങ്സ് ലിൻ എന്ന പട്ടണത്തിലെ ഒരു പുരുഷനെ വിവാഹം കഴിച്ച് അവിടെ ജീവിതം തുടർന്നു എന്നാണ്. അങ്ങനെ അവൾ ജീവിച്ചു, വളർന്നു, ജോലി ചെയ്തു, വിവാഹിതയായി. എന്നാൽ അവൾ ഒരിക്കലും മറക്കാത്ത ഒരു കാര്യമാണ് താൻ വന്ന ഇടത്തെക്കുറിച്ചുള്ള കഥ. ആ കഥയാണ് ഈ രഹസ്യം യഥാർത്ഥത്തിൽ വിചിത്രമാക്കുന്ന സ്ഥലം. ആ പെൺകുട്ടി ഇംഗ്ലീഷ് നന്നായി പറയാൻ പഠിച്ചതിന് ശേഷം ഗ്രാമീണർ അവളോട് ചോദിച്ചു, നീയും നിന്റെ സഹോദരനും എവിടെ നിന്നാണ് വന്നത്? അവൾ പറഞ്ഞത് തിളക്കമുള്ള സൂര്യൻ ഇല്ലാത്ത സ്ഥലത്ത് നിന്നാണ് എന്ന്. എപ്പോഴും സന്ധ്യ പോലെ മങ്ങിയ വെളിച്ചം മാത്രമുള്ള ഒരു ലോകം. ആ ലോകത്ത് എല്ലാം പച്ചയാണ്. മനുഷ്യനും ചെടികളും പ്രകൃതിയും അങ്ങനെയെല്ലാം. മറ്റൊരു രേഖയിൽ പറയുന്നത് അവൾ സെയിൻറ്റ് മാർട്ടിൻ്റെ നാട്ടിൽ നിന്ന് വന്നു എന്നാണ്.
ആ നാടിനെ ഒരു വലിയ നദി വേർതിരിക്കുന്നു. സെയിൻറ്റ് മാർട്ടിനെ ആരാധിക്കുന്ന ഒരു ക്രിസ്ത്യൻ നാട്ടിൽ നിന്നാണ് അവൾ വന്നിരുന്നത്. ഒരു ദിവസം അവളും സഹോദരനും അവളുടെ പിതാവിൻ്റെ കന്നുകാലികളെ മേയ്ക്കുകയായിരുന്നു. അപ്പോൾ അവർ ഒരു വലിയ ശബ്ദം കേട്ടു, ഒരു പള്ളിമണി അടിക്കുന്നത് പോലെയുള്ള ശബ്ദം. അവർ ആ ശബ്ദത്തെ പിന്തുടർന്ന് ഒരു ഗുഹയിലേക്ക് കടന്നു. ആ ഇരുട്ടിലൂടെ ആ 2 കുട്ടികളും നടന്നുകൊണ്ടേയിരുന്നു. ആ തുരങ്കത്തിൻ്റെ അവസാനം അവർ ഒരു വെളിച്ചം കണ്ടു. ആ വെളിച്ചമായിരുന്നു വൂൾപിറ്റ്. നിത്യസന്ധ്യയുടെ നാട്, മറ്റൊരു ലോകത്തേക്ക് നയിക്കുന്ന ഒരു ഗുഹ. ഇതൊരു മതദർശനമാണോ, അതോ പാരലൽ ഡയമെൻഷനോ, അതോ പേടിച്ചിരണ്ട ഒരു കുട്ടിയുടെ ഭാവനാ സൃഷ്ടിയോ? ഒരു കഥ എന്നതിലുപരി ഇത് ഒരു യാഥാർത്ഥ്യ സംഭവമാണ് എന്നതിന് കാരണം ചരിത്രകാരന്മാരുടെ രേഖകൾ തന്നെയാണ്. 1189 യോർക്ക്ഷയറിലെ ഒരു കാനോൻ എന്ന പുസ്തകത്തിൽ വില്യം ന്യൂബ്രോയും 1220 എസെക്സിലെ ഒരു അബറ്റ് എന്ന പുസ്തകത്തിൽ റാൽഫ് കോക്സ്ഹോളും ഇതിനെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ 2 അറ്റത്ത് താമസിച്ചിരുന്ന ചരിത്രകാരന്മാരായിരിക്കെ ഇവരുടെ 2 പേരുടെയും രേഖകളിൽ വളരെ സമാനതകൾ ഉണ്ടായിരുന്നു. കുട്ടികളുടെ നിറവും അതിൻ്റെ വിശദീകരണവും അവരെ കണ്ടെത്തിയ സ്ഥലവും. ബീൻസ് ആയിരുന്നു ആദ്യമായി അവരുടെ ഭക്ഷണം എന്നതും ആൺകുട്ടിയുടെ മരണത്തെക്കുറിച്ചും പെൺകുട്ടിയുടെ തുടർ ജീവിതത്തെക്കുറിച്ചും. സാധാരണയായി വിചിത്രമായ കഥകളോട് സംശയത്തോടെ സമീപിക്കുന്ന വില്യം ന്യൂബ്രോ പോലും ഞാൻ വിശ്വസിക്കാൻ നിർബന്ധിതനായി എന്ന് ഈ വിഷയത്തെപ്പറ്റി സമ്മതിച്ചിരുന്നു. കാലക്രമേണ ആ കുട്ടികൾ ആരായിരുന്നു എന്ന് വിശദീകരിക്കുവാൻ പലതരത്തിലുള്ള സാധ്യതകൾ മുന്നോട്ട് വന്നു. അവർ വഴിതെറ്റിപ്പോയ അനാഥ കുട്ടികളായിരിക്കാം എന്നും വൂൾപിറ്റിനും വളരെ ദൂരെയുള്ള നാട്ടിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കാം അവരുടെ ഭാഷ വൂൾപിറ്റ് നിവാസികൾക്ക് മനസ്സിലാകാതിരുന്നത് എന്നും ഒരു സാധ്യതയുണ്ട്. എന്നാൽ കച്ചവടത്തിനെത്തിയ അനേകം ആളുകൾ കുട്ടികളുമായി സംസാരിക്കാൻ ശ്രമിച്ചതായി ചരിത്രകാരന്മാർ പറയുന്നു. എന്തിന്, അനവധി സംസ്കാരങ്ങളുടെ പരിചയസമ്പത്തുള്ള റിച്ചാർഡ് ഡി കാലിന് പോലും ആ കുട്ടികളുടെ ഭാഷ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. രണ്ടാമത്തെ സാധ്യത, ആ കുട്ടികൾ ഖനികളിൽ ജോലി ചെയ്തിരുന്നു എന്നതായിരുന്നു. പോഷകാഹാരക്കുറവ് കാരണം ഉണ്ടാകുന്ന ക്ലോറോസിസ് എന്ന രോഗമാണ് അവർക്ക് പച്ചനിറം നൽകിയത് എന്നാണ്. എന്നാൽ ക്ലോറോസിസ് കാരണം തൊലിയിൽ വിളറിയ പച്ച കലർന്ന മഞ്ഞനിറം ഉണ്ടാകാനാണ് സാധ്യത എന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു. എന്നാൽ ഇവയൊന്നും ആ 2 കുട്ടികൾ എങ്ങനെ ആ കുഴിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതിന് ഒരു തെളിവും നൽകുന്നില്ല. തൽക്കാലം ആ പെൺകുട്ടി പറഞ്ഞത് വിശ്വസിക്കുകയേ നിർവാഹമുള്ളൂ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ജെഫ് സ്റ്റോറീസ്.